എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ 5 ആകർഷകമായ പുരാതന അവശിഷ്ടങ്ങളെക്കുറിച്ചാണ്. ലോകത്തിലെ ആദ്യകാല നഗര സമൂഹങ്ങളിൽ ഒന്നാണ് സിന്ധു നദീതട സംസ്കാരം. ഇന്നത്തെ പാകിസ്ഥാൻ, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ എന്നിവ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ ഏകദേശം 2500 BCയിൽ ഇത് അഭിവൃദ്ധി പ്രാപിച്ചു. സങ്കീർണമായ നഗര ആസൂത്രണത്തിനും വാസ്തുവിദ്യ നേട്ടങ്ങൾക്കും പേരുകേട്ട ഈ സംസ്കാരം ശ്രദ്ധേയമായ പുരാവസ്തു അവശിഷ്ടങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. സിന്ധു നദീതട ജനതയുടെ നവീകരണവും വികസിത ജീവിത രീതിയും എടുത്തു കാണിക്കുന്ന 5 പ്രധാന സ്ഥലങ്ങൾ പറയുന്നു. ഒന്നാമത്തത് മോഹൻജദാരോ. സിന്ധു നദീതട നാഗരികതയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലമായി മോഹൻജദാരോ പരക്കെ കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിലൊന്നായ ഇത് നന്നായി ആസൂത്രണം ചെയ്ത നഗരരൂപകൽപ്പനയ്ക്ക് പേരുകേട്ടതാണ്. ചിട്ടയായ ഗ്രിഡ് പോലുള്ള തെരുവുകളും വിപുലമായ ഡ്രെയിനേജ് സംവിധാനങ്ങളുമുണ്ട്. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്നായ ഗ്രേറ്റ് ബാത്ത് ഒരു വലിയ പൊതുകുളിഘടന ആചാരപരമായ വിശുദ്ധിക്കും സാമൂഹിക ഇടപെടലിനും നാഗരികത നൽകുന്ന പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്നു. ഇത് വളരെ സംഘടിതവും സങ്കീർണവുമായ ഒരു സമൂഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. 2. ഹാരപ്പ. രവി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹാരപ്പ സിന്ധു നദീതടത്തിലെ മറ്റൊരു പ്രധാന നഗരമാണ്. മോഹൻജദാരോ പോലെ ആകർഷകമായ ഇഷ്ടിക ഘടനകളുള്ള ഒരു നല്ല ആസൂത്രണം ചെയ്ത നഗര പരിസ്ഥിതിയാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. മൺപാത്രങ്ങൾ, മുദ്രകൾ, ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ പുരാവസ്തുക്കൾ ഖനനത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അവിടുത്തെ നിവാസികളുടെ ദൈനംദിന ജീവിതം, വ്യാപാര രീതികൾ, കലാപരമായ നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. മൂന്നാമത്തത് ധോളവീര. മഴവെള്ളം സംഭരിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ജലസംഭരണികളും ചാനലുകളും ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ ജല മാനേജ്മെൻറ്റ് സംവിധാനങ്ങളാണ് ധോളവീരയെ വ്യത്യസ്തമാക്കുന്നത്. കോട്ട കെട്ടിയ മതിലുകളും ശ്രദ്ധേയമായ ലിഖിതങ്ങളുമുള്ള ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത നഗരരൂപരേഖ ഈ സ്ഥലം വെളിപ്പെടുത്തുന്നു. അതിൻ്റെ പരിഷ്കൃത വാസ്തുവിദ്യയും കണ്ടുപിടുത്ത എഞ്ചിനീയറിംഗ് രീതികളും സിന്ധു നദീതട നാഗരികതയുടെ ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും കൈകാര്യം ചെയ്യാനുമുള്ള വിപുലമായ കഴിവ് പ്രകടമാക്കുന്നു. 4. ലോത്തൽ. ലോത്തൽ പുരാതനമായ കപ്പൽശാലയ്ക്ക് പേരുകേട്ടതാണ്. ഇത് സമുദ്ര വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമെന്ന നിലയിലുള്ള അതിൻ്റെ പങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നു. ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത ഒരു തുറമുഖ നഗരമെന്ന നിലയിൽ സിന്ധു നദീതട നാഗരികതയുടെ വികസിത സമുദ്ര യാത്രയും വ്യാപാര വൈദഗ്ധ്യവും പ്രതിഫലിക്കുന്ന തരത്തിൽ വിദൂര പ്രദേശങ്ങളുമായി വാണിജ്യം സാധ്യമാക്കി. വിപണികളുടെയും പാർപ്പിട സൗകര്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഒരു അഭിവൃദ്ധി പ്രാപിച്ച സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വെളിപ്പെടുത്തുകയും ദൈനംദിന ജീവിതത്തിൽ വ്യാപാരം വഹിച്ച കേന്ദ്ര പങ്കിനെ അടിവരയിടുകയും ചെയ്യുന്നു. 5. കാലിബംഗനാണ്. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന കാലിബംഗൻ വ്യത്യസ്തമായ ഉഴുതുമറിച്ച വയലുകൾക്ക് പേരുകേട്ടതാണ്. ഇത് സംഘടിത കൃഷിയുടെ ആദ്യകാല തെളിവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. അഗ്നിബലിപീഠങ്ങളും കാര്യക്ഷമമായ ഡ്രെയിനേജ് സംവിധാനവും ഉൾപ്പെടുന്ന ഒരു സവിശേഷ നഗര രൂപകൽപ്പനയാണ് ഈ സ്ഥലത്തിനുള്ളത്. കാലിബംഗനിലെ പുരാവസ്തു കണ്ടെത്തലുകൾ സിന്ധു നദീതട നാഗരികതയുടെ കാർഷിക രീതികളിലും നഗര ആസൂത്രണത്തിലും ഉണ്ടായ പുരോഗതിയെ എടുത്തു കാണിക്കുന്നു. ഇതാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ 5 ആകർഷകമായ പുരാതന അവശിഷ്ടങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിട്ടാണ് വരുന്നത്.